ചെവി ഉണ്ടല്ലോ, ചെവി, അതിന്മേലൊന്ന് നുള്ളുന്നത് നന്നായിരിക്കും. 2 ചെവിന്മേലും നുള്ളിയാൽ അത്രയും ബെസ്റ്റ്. പണ്ടൊക്കെ ദൈവം പിന്നെയായിരുന്നു, ഇപ്പോഴേ ഇൻസ്റ്റന്റ്. പണി പാടത്ത് കഴിയുമ്പോൾ കൂലി വരമ്പത്ത് കിട്ടും. ഒരാൾക്ക് മാത്രമല്ല അത് ബാധകം. നീയേ ഇനി അധികം സംസാരിക്കണമെന്നില്ല. അതിനുള്ള അവസരം ഇനി കിട്ടൂന്നും തോന്നുന്നില്ല. കഴിഞ്ഞ തവണ നാട് നിരങ്ങാൻ പോയിട്ടേ നീ വിദ്യയുടെ കൂടെ എന്റെ വീട് വരെ വന്നത് ഓർക്കുന്നോ? അന്ന് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു എന്റെ കോലോത്തൊന്ന് കേറിട്ട് പോവാൻ. അപ്പൊ നീ പറഞ്ഞതെന്താ? നിനക്ക് പോവാൻ നിന്റെ ഭർത്താവിന്റെ വീടുണ്ടെന്ന്. എന്നിട്ടിപ്പൊ എന്തായി? ഭർത്താവിന്റെ വീട് അവിടെ തന്നെയുണ്ട്. അവിടെ നിനക്കിനി എത്രമാത്രം സ്ഥാനം ഉണ്ടാവുന്നുള്ളതാ പ്രശ്നം. കർക്കിടമാസത്തില് ഞാഞ്ഞൂലും തലപൊക്കുന്ന ആ പഴഞ്ചൊല്ല്. കർക്കിടം കഴിഞ്ഞു, ഇത് ചിങ്ങമാ ചിങ്ങം. ഇനി ഞാഞ്ഞൂലിന് തലപൊക്കാൻ യാതൊരു സ്കോപ്പും ഇല്ല. ഉദയനെ കണ്ടിട്ടായിരുന്നല്ലോ നിന്റെ നെകളിപ്പ്. ആ ഉദയനെ പുതിയ അവകാശികൾ വന്നിരിക്കുന്നു. നിന്റെ ഈ 2 കണ്ണുകളും തുറന്ന് കണ്ടല്ലോ നീ. ഉദയന്റെ പെണ്ണ്, അവന്റെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത പോലുള്ളൊരു കുട്ടി. ഉദയന്റെ നിന്റെ കല്യാണം കഴിഞ്ഞുള്ള ആദ്യത്തെ ഓണ വരാൻ പോണത്. സെപ്റ്റംബർ 14-നാണ് തിരുവോണം. അന്ന് പക്ഷേ ഉദയൻ ആരുടെ കൂടെ ഓണമുണ്ണും എന്നതാണ് പ്രശ്നം. ഭാര്യയുടെയും മോളുടെയും കൂടിയോ അതോ വെറുതെയുള്ള ഭാര്യയുടെ കൂടെ ഉണ്ടുമോ? അത് തീരുമാനിക്കേണ്ട ആള് തീരുമാനിക്കട്ടെ. ആരുടെ കൂടെ ഓണം ഉണ്ടായാലും എനിക്കൊന്നുമില്ല. ഒരു ഭാര്യ എന്ന നിലയ്ക്കുള്ള നിന്റെ ഏറ്റവും വലിയ പരാജയത്തിന്റെ തെളിവാണ് ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. എന്ത് സംഭവിച്ചാലും നിനക്കൊന്നുമില്ല. അതുകൊണ്ട് അവകാശം പറഞ്ഞുകൊണ്ട് പുതിയ പെണ്ണും അവരുടെ കുട്ടിയും വന്നു. ഉദയനെ മുൻനിർത്തിയുള്ള നിന്റെ ചാട്ടം കുറച്ച് കടന്നുപോയി വിദ്യയുടെ മോളെ. ഈ ഓഫീസും കറങ്ങുന്ന കസാരയും ഒക്കെ ശാശ്വതമാണെന്ന് നീ കരുതിയല്ലേ? തലമറന്ന് എണ്ണ തേച്ചു. മൊത്തത്തിൽ ഒരു മേൽനോട്ടം നടത്തണമെന്ന് മാത്രമേ അമ്മായി പറഞ്ഞിരുന്നുള്ളൂ. അത് കേട്ടപാടെ നീ സിംഹാസനത്തിൽ കയറി വിസ്തരിച്ചങ്ങിരുന്നു. കണക്ക് നോക്കുന്നു, കള്ളങ്ങൾ കണ്ടുപിടിക്കുന്നു, കണക്കപ്പിളെ പിടിച്ച് മേലാധികാരിയാക്കുന്നു. എന്തൊക്കെ ഭരണപരിഷ്കാരങ്ങളായിരുന്നു. മുഖമടച്ച് കിട്ടിയില്ലടി. ഇത് തന്നെ വരണം. ഞാനേ സീരിയസ് ആയിട്ട് ചോദിക്കുക, ആ വന്ന പെണ്ണും ഉദയന്റെ കയ്യിൽ തൂങ്ങിയ കൊച്ചും വഴിപോക്കരാണെന്ന് നന്ദന വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിഡ്ഢിയാണ് നീ. ഇതേ വെറുമൊരു വരവല്ല, ഒരു നടക്കോട്ട് പൂവേയില്ല. ഇത്ര ഉറപ്പായിട്ട് പറയുന്ന കേട്ടിട്ട് അവരുടെ വരവിനെ പറ്റി നേരത്തെ അറിയായിരുന്നു തോന്നല്ലോ. അറിയാമായിരുന്നു തന്നെ കൂട്ടിക്കോ. അപ്പോ എന്നെ ഇക്കാര്യത്തിലും ചതിക്കായിരുന്നല്ലേ? അതെ, ചതിക്കായിരുന്നു. പക്ഷേ ഉദയൻ അണിയിച്ച കല്യാണമോതിരവും വിരലിലിട്ടുകൊണ്ട് ചാടിപ്പോയ നിന്റെ അത്രയും ചതിയെ ഞാൻ കാണിച്ചിട്ടില്ല. എന്റെ സമ്മതത്തോടെയല്ല നിശ്ചയം നടത്തിയതും കല്യാണമോതിരം അണിയിച്ചതും. ഒളിച്ചോടിയതിനെ അതൊരു എക്സ്ക്യൂസ് അല്ല. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ബാക്കി കൂടി പറയാം. ഉദയന്റെ കാര്യത്തിൽ ഉൾപ്പെടെ നീ അറിയാത്ത പലതും ഇനിയും എനിക്കറിയാം. അറിഞ്ഞതിന്റെ 10 ഇരട്ടി വരും അറിയാനുള്ളതെന്ന് നീ വിചാരിച്ചോ? നീ ഇരിക്കുന്ന കസേര, കിട്ടിയ പദവി, താമസിക്കുന്ന വീട്, കുടിക്കുന്ന വെള്ളം, എന്തിന് നീ ശ്വസിക്കുന്ന വായു പോലും നിന്റെ സ്വന്തമാണെന്ന് വിചാരിച്ച് അഹങ്കരിക്കരുത്.
ഏത് നിമിഷം വേണമെങ്കിലും എല്ലാം മാഞ്ഞു പോകാം. പിള്ളേരെ സ്ലേറ്റിൽ എഴുതിയതേ തുപ്പലോണ്ട് മാച്ചു കളയില്ലേ, അതുപോലെ നിന്റെ സ്ഥാനം പിടിച്ചു പറിക്കാൻ പുതിയ അവകാശികൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. മനസ്സിലായോടി വിദ്യര മോളെ? കുട്ടിമണിയുടെ വരവിനായി കാത്തിരിക്കുന്നു ഈ വയറൊരു വീട്. ഒരമ്മയുടെ സ്നേഹം മുഴുവൻ ഈ കുഞ്ഞുമണിക്ക് നൽകിയ ഈ സീതയുടെ മുന്നിലേക്ക്. ഹലോ. ആ കാർത്തികേ, പ്രതാപേട്ടനാ? ആ പ്രതാപേട്ടനോ? ആ യതീന്ദ്രൻ എവിടെ? അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ബാങ്ക് വരെ പോയിരിക്കുക. ഫോൺ എടുക്കാൻ മറന്നു. അരമണിക്കൂറിനകം വരും. അത്യാവശ്യം വല്ലതുണ്ടോ പ്രതാപേട്ട? അത്യാവശ്യമല്ല, അടിയന്തിരമായ ആവശ്യം. നിന്റെ അടുത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ആ യതീന്ദ്രൻ വരുമ്പോ പറയണം നമ്മുടെ മറ്റേ തന്ത്രം വലിച്ചൂന്ന്. ആ സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നോ? കറക്റ്റായ സ്ഥലത്ത് കറക്റ്റായ സമയത്തായിരുന്നു എൻട്രി. നേരത്തൊരു പാർട്ടിനെ നമ്മൾ വിളിച്ചു വരുത്തിയിരുന്നല്ലോ. അവളെ കണ്ടപ്പോഴേ തോന്നി സംഗതി ഫ്ലോപ്പ് ആവുന്നു. ഉദയന്റെ സെറ്റപ്പാണെന്ന് കണ്ടാ വിശ്വസിക്കണ്ടേ? അല്ല, നമ്മളത് നേരത്തെ പറഞ്ഞല്ലോ. ഈ കക്ഷി എല്ലാം കൊണ്ടും ചേർന്ന ആളാ. കുട്ടിയോ? കുട്ടീനെയും കൊണ്ടാ വന്നത്. കുട്ടിന്ന് പറഞ്ഞ ഓരോ 1.5 കുട്ടി. നന്ദന അവരെ കണ്ടിട്ട് എന്തു പറഞ്ഞു? എന്തെങ്കിലും പറയാൻ അവളെ നാക്ക് പൊന്തണ്ടേ? ശബ്ദം ഉണ്ടായിരുന്നില്ല. ആ പെണ്ണും കൊച്ചും അതുപോലെയല്ലേ പെർഫോം ചെയ്തത്. ചുരുക്കത്തിൽ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ മറ്റില നമ്മുടെ നന്ദന മേഡം. ഇനി ഒരു കാര്യം ചെയ്യണം. പറഞ്ഞാ മതി, ഞാൻ എന്തിനും റെഡിയാ. ഈ വിവരെ അമ്മായിരെ കാതിലെത്തിക്കണം. കാർത്തിക അതെത്തിക്കണം. അമ്മയോട് ഞാൻ എങ്ങനെ പറയാ? ഒരു 100 കൂട്ടം ചോദ്യങ്ങൾ ഇങ്ങോട്ടുണ്ടാവും. അതിന് പഴുതു കൊടുക്കാതെ സൂത്രത്തിൽ അങ്ങ് അവതരിപ്പിക്കണം. ഒരു സംഭവം ഉണ്ടായിന്ന് സൂചന കൊടുത്താ മതി. അങ്ങാടിപ്പാട്ടാണല്ലോ അരമന രഹസ്യങ്ങൾ. ഇത്തിരി വിവരം കിട്ടിയാ മതി. അമ്മായി നന്ദനെ വിളിച്ചു ചോദിക്കും. അവൾക്ക് ബാക്കി പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. പിന്നെ നമുക്ക് അങ്ങോട്ട് പൊളിച്ചടക്കാം. അത് കൊള്ളാം. പ്രതാപേട്ട ഒരു കാര്യം ഏറ്റെടുത്താ പിന്നെ കൊള്ളാതിരിക്കോ കാർത്തികേ? കൊള്ളേണ്ടിടത്ത് തന്നെ കൊള്ളും. അപ്പോഴേ എല്ലാം നമ്മൾ പറഞ്ഞ പോലെ യതീന്ദ്രനെ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും വിളിച്ചോളാം. ശരി പ്രതാപേട്ട. നന്ദന ഓഫീസിൽ പോയിട്ട് എപ്പോഴാ അമ്മ വരുന്നത്? ഒന്നും പറഞ്ഞിട്ടല്ലല്ലോ പോയത്. ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുമായിരിക്കും. അറിയില്ല. പതിവില്ലാതെ ഇന്നെന്താ നന്ദനയുടെ കാര്യത്തിലൊരു അന്വേഷണം? വെറുതെ ചോദിച്ചതാ. അതോ നേരത്തെ വന്ന് ആരും കാണാതെ മുറിയിലെങ്ങാനും കയറി വാതിലടച്ചിരിക്കുന്നുണ്ടോ? നന്ദനയോ? അവളെന്തിനാ ആരും കാണാതെ മുറി കയറി ഒളിച്ചിരിക്കുന്നത്?
അല്ല, മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ വിഷമം ഉണ്ടായിട്ടേ. കാർത്തിക എന്തോ മുള്ളും മുനിയൊക്കെ വെച്ചാണല്ലോ സംസാരിക്കുന്നത്. എന്താണെന്ന് വെച്ച് അങ്ങ് തുറന്നു പറ. നന്ദനയ്ക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയതായി നീ അറിഞ്ഞോ? അതിപ്പോ അബദ്ധമാണോ സുബദ്ധമാണോ എന്നൊന്നും എനിക്കറിയില്ല. ഓഫീസിൽ നിന്ന് എന്തൊക്കെയോ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിന്ന് എനിക്കൊരറിവ് കിട്ടി. ഉദയേട്ടന്റെ ഭാര്യയാണെന്നും പറഞ്ഞ് ഒരു സ്ത്രീ വന്നു, കൂടെ ഒരു കുട്ടിയും. ഉദയേട്ടന്റെ മോളാണത്രേ. കാർത്തികേ? അറിഞ്ഞ വിവരം ഞാൻ പറഞ്ഞതാ. ആ സമയത്ത് ഉദയേട്ടൻ ഓഫീസിലുണ്ടായിരുന്നു. പുള്ളിക്കാരന്റെ മുമ്പിലേക്കാ ഭാര്യയും മോളും കയറി വന്നത്. ഏത് ഭാര്യ, ഏത് മോള്? കാർത്തിക ഓരോ ഇല്ലാവചനം പറയരുത്. ആഹാ, ഇപ്പൊ ഞാൻ പറഞ്ഞതാണോ അമ്മയെ കുഴപ്പം? മറ്റാരെങ്കിലും പറഞ്ഞറിഞ്ഞിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നോ? ആ വന്ന പാർട്ടിയും കൊച്ചിനെയും കൊണ്ട് ഉദയേട്ടൻ ഓഫീസിന് പുറത്തേക്ക് പോയെന്നോ, നന്ദന പൊട്ടിത്തെറിച്ചെന്നോ പൊട്ടിക്കറിഞ്ഞെന്നോ ഒക്കെ കേട്ടു. ഇപ്പൊ തന്നെ നന്ദനെ വിളിച്ചെന്ന് ചോദിക്കണമല്ലോ. വിവരം അറിഞ്ഞിട്ടേ ഉള്ളൂ ഇനി ബാക്കി കാര്യം. അമ്മേ, അമ്മ നന്ദനയ്ക്ക് ഫോൺ ചെയ്യാൻ പോവാണോ? പിന്നെ വിവരം എന്താന്നൊന്നും അറിയണ്ടേ? അല്ല, ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമ്പോ സാധാരണഗതിയിൽ നന്ദന ആദ്യം വിളിക്കേണ്ടത് അമ്മയല്ലേ? എന്നിട്ട് ഇതുവരെ വിളിച്ചോ? എന്താ കാര്യം? ആളാകെ അപ്സെറ്റ് ആയിരിക്കും. നിസ്സാരപ്പെട്ട കാര്യമാണോ ഉണ്ടായത്? ഒരു വിധത്തിൽ കടിച്ചു പിടിച്ച് നിൽക്കുകയായിരിക്കും. ഇപ്പൊ ഫോണിൽ അമ്മയുടെ ശബ്ദം കേട്ടാ ആകെ തകർന്നു പോവും. ഓഫീസിൽ നന്ദനെ തനിച്ചേ കാണുമെന്ന് ഓർക്കണം. അതുകൊണ്ട് ഇങ്ങ് വരുമ്പോ ചോദിച്ചാ മതി. എന്നാലും നന്ദനെ സമ്മതിക്കണം. ഞാനായിരുന്നെങ്കിൽ ആ സംഭവം ഉണ്ടായ നിമിഷം ഇറങ്ങി ഓടി വല്ല ട്രെയിനിന് മുന്നിലും ചാടിയേനെ. അല്ല, അമ്മ ഇനി അതോർത്ത് വിഷമിക്കാനൊന്നും നിൽക്കണ്ട. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. നമ്മൾ വെറുതെ BP കേട്ടിട്ട് എന്തിനാ? ഉദയേട്ടനെ വാർത്തു വെച്ചതുപോലെ ഇരിക്കാത്രേ ആ കൊച്ച്. എന്റെ തൃപ്രയാറപ്പാ. ആ, അല്ലെങ്കിലും ഒറിജിനൽ നോട്ടിനേക്കാളും കറക്റ്റ് ആയിരിക്കും കള്ളനോട്ടെന്നാ പറയുന്നത്. ചായ വേണോ? വേണ്ട. അതെ, വയറ് നിറയെ പായസം കുടിച്ചിട്ട് വരിക. അമ്പലപ്പുഴ പാൽപ്പായസത്തെ വെല്ലുന്ന പാലട. മധുരം മാത്രമല്ല, വീരരസവും ഉണ്ടായിരുന്നു. കുങ്കുമപ്പൂവും തങ്കഭസ്മവും ചേർത്തിരുന്നോ എന്നൊരു ഡൗട്ടും ഉണ്ട്. നെയ്യൽപ്പം കൂടിപ്പോയാലും നെയ്യപ്പത്തിന് ഗുണമേറും. അതുപോലെ ചേരുവകൾ ഏറിയെന്ന് വെച്ച് പായസത്തിന് യാതൊരു ദോഷവുമില്ലല്ലോ. നിത്യേന പത്രം വായിക്കുന്നത് നല്ല ശീല. പുതിയ പുതിയ വാർത്തകൾ വരാനിരിക്കുന്നതല്ലേ ഉള്ളൂ. ഇപ്പൊ പെൺമുന്നേറ്റത്തിന്റെ കാലമല്ലേ. ഒളിമ്പിക്സിൽ തന്നെ PV സിന്ധുവിന് വെള്ളി. ഗുസ്തി പിടിച്ച് വെങ്കലം നേടിയതാരാ വിദ്യേ? സാക്ഷി. ഗുഡ്, വെരി ഗുഡ്. ജനറൽ നോളജ് ഒക്കെ ഉണ്ട്. കൊള്ളാം. അതെ, വിദ്യയുടെ മോൾക്ക് ഈ കായിക വിനോദങ്ങളിലൊന്നും യാതൊരു വാസനയില്ലേ? മാനസിക വിനോദത്തിലാണല്ലോ അവൾക്ക് ടേസ്റ്റ്. അതെ, ഞാൻ അങ്ങ് മറന്നുപോയി. മറ്റുള്ളവരെ മാനസികമായിട്ട് ഇൻസൾട്ട് ചെയ്യുക, അതിലങ്ങ് ആനന്ദം കൊള്ളുക, അതാ പെണ്ണിന്റെ വിനോദം. പ്രതാപേട്ടൻ തന്നെ ഇത് പറയണം. നിങ്ങൾ എല്ലാവരും ചേർന്ന് കുറച്ചൊന്നുമല്ല നന്ദനെ മാനസികമായിട്ടും
ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ടുള്ളത് ഒന്നും ആരും മറന്നിട്ടില്ല. എന്നാൽ ഞാൻ പക്ഷെ മറന്നുപോയല്ലോ വിദ്യയെ. ഇനി ഓർമ്മപ്പെശകിന്റെ അസുഖമോ മറ്റോ തുടങ്ങിയോ എനിക്ക്? അതവിടെ നിൽക്കട്ടെ. പറഞ്ഞു വന്നതിന്റെ ബാക്കി പറയാം. നിന്റെ മോളെ വസുന്ധരമ്മായി അരിട്ട് വാഴിച്ചൊരു സ്ഥാപനമുണ്ടല്ലോ, കുന്നത്തൂര് ആപ്പീസ്. അവിടെ വെച്ച് ഇന്നൊരു ചരിത്ര സംഭവമുണ്ടായി. നിന്റെ പുന്നാര മോളെ ബാധിക്കുന്ന കാര്യ. എന്താ എന്താ ഉണ്ടായി? ഓഫീസിൽ വെച്ച് ഇന്ന് മറ്റൊരാൾ സ്വർണ്ണ മെഡലിൽ തൊട്ടു. ഏകപക്ഷീയമായിട്ടായിരുന്നു ജയം. നന്ദനയെ നിലം തൊടിയിച്ചില്ല കക്ഷി. സർവീസ് ചെയ്യാൻ അവൾ നോക്കിയെങ്കിലും പാളിപ്പോയി. അതും ദേ ഒരു പെണ്ണ്. പെണ്ണോ? പ്രതാപേട്ടൻ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ആദ്യം എനിക്കും മനസ്സിലായില്ല. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. മനസ്സിലായി വന്നപ്പോഴേക്കും സംഭവം സമാപ്ത് ഹോ ഗയാ. ഞാനേ സസ്പെൻസ് നീട്ടുന്നില്ല. ഉദയനെ അന്വേഷിച്ച് അവന്റെ ആദ്യ ഭാര്യ ഇന്ന് ഓഫീസിൽ വന്നു. കൂടെ ഒരു പെൺകൊച്ചും. ആരാ? ഉദയന്റെ മകള്. ഉദയന്റെ ആദ്യ ഭാര്യ, പിന്നൊരു മകൾ. ഞാനത് വിശ്വസിക്കുന്നില്ല. കുറച്ചു നാളായി പ്രതാപേട്ടൻ അടങ്ങിയിരിക്കായിരുന്നു. പിന്നെയും തുടങ്ങിയോ നന്ദനെ ദ്രോഹിക്കാൻ? എന്റെ കുട്ടി നിങ്ങളോട് ഒരു ഉപദ്രവത്തിനും വരുന്നില്ലല്ലോ. അത് അവിടെ എങ്ങനെ ജീവിച്ചോട്ടെ. അത് ഉദയന്റെ രണ്ടാം ഭാര്യയായിട്ട് വേണോ, അതോ ആദ്യ ഭാര്യയുടെ സെർവന്റായിട്ട് അവരെ കൊച്ചിനെ നോക്കിയിട്ട് വേണോന്ന് തീരുമാനിക്കുന്നത് വളരെ നന്നായിരിക്കും. ആദ്യ ഭാര്യ, പിന്നെ രണ്ടാം ഭാര്യയാകുക, ഒളിച്ചോടുക, പിടിക്കപ്പെടുക, ഭർത്താവിനെ തള്ളിപ്പറയുക. ഇതൊക്കെ കുടുംബപരമായിട്ട് നിങ്ങളുടെ പാരമ്പര്യമാണല്ലോ. ഉദയനെ നീയും നിന്റെ മോളും തള്ളിപ്പറഞ്ഞതാ. പിന്നെ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കി, അത് മുടക്കാൻ നോക്കി. അവസാനം അമ്മയുടെ ഒത്താശയോടെ മകള് കാമുകനോടൊപ്പം നാട് വിടാൻ ശ്രമിച്ചു. പക്ഷേ വിധിച്ചത് നടന്നു. ഉദയൻ നന്ദനയുടെ ഭർത്താവായി. അതുകൊണ്ട് ഉദയന് ദോഷമൊന്നും വന്നിട്ടില്ലല്ലോ. ഗുണവും വന്നില്ല. ഗുണമുണ്ടായതും നേട്ടമുണ്ടായതേ നന്ദനയ്ക്കാ. അവളിപ്പോളെ കുന്നത്തൂര് സകല ഗുലാമിന്റെയും മാനേജിംഗ് പാർട്ട്ണറാ. അതിന്റെ നെകളിപ്പ് കുറച്ചൊന്നുമല്ല. എത്രയോ തവണ ഞാൻ കുന്നത്തൂര് ചെന്നു. ഒന്ന് മൈൻഡ് ചെയ്യാൻ മടിയാ നിന്റെ മോൾക്ക്. ഉദയൻ അവളുടെ സ്വന്താണ്, അമ്മായിയുടെ സ്വന്താണ് എന്നൊരു റിയാക്ഷനാ അവളുടെ മുഖത്ത്. ആ സ്ഥാനത്തേക്കാ പുതിയ പാർട്ടി മകളുമായി വന്നിരിക്കുന്നത്. മോളാരുടെയാ? ഉദയന്റെ. ദേ ഷോക്കടിച്ച കൊരങ്ങനെ പോലെ ഇരിപ്പുണ്ട്. ഞണ്ടനാമേധം നിന്റെ മോള്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് സാക്ഷിയാവാൻ കൃത്യമായി ആ സമയത്ത് പ്രതാപേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. അതാണ് എന്റെ ഒരു യോഗം. പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന് പറയുന്നത് പോലെ വർമ്മ മനസ്സിലും കള്ളം തീരെയില്ല. അല്ലാതെ ആ സ്ത്രീയും കൊച്ചിനെയും പ്രതാപേട്ടന് നേരത്തെ അറിയില്ല. ഉദയന് അത്തരത്തിലൊരു ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായും അത് നിങ്ങൾക്കറിയാം. അറിയാമെന്ന് തന്നെ വെച്ചോളൂ. അത് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടാണോ ഉദയന് നന്ദനയ്ക്ക് വേണ്ടി ആലോചിച്ചത്? അതും ശരിയാ. Yeah.